ഷാജി ജോസഫ്, ഇത് കേൾക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ഏതു വിധവും ജയിച്ചു കയറാൻ എന്ത് തന്ത്രവും പയറ്റുക, ഏറ്റവും അപകടകരമായ നിലയിൽ വലിയ ആശങ്ക ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായി ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരിക, വോട്ടുകൾ ലക്ഷക്കണക്കായി വെട്ടിമാറ്റുക, അവസാനം സുപ്രീം കോടതി വരെ പോകേണ്ടി വരുന്ന അവസ്ഥ വരിക, അത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാണെന്ന് വിചാരിക്കേണ്ടി വരിക, വോട്ടധികാർ യാത്രയുമായി അവർ മുന്നോട്ട് പോവുക, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതു വിധത്തിലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. BJP എന്ന ആ രാഷ്ട്രീയ സംവിധാനം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന എന്ത് തന്ത്രവും പയറ്റും എന്ന് നിൽക്കെയാണ് ഇപ്പോഴത്തെ ഒരു മുന്നണിയുടെ അവസ്ഥ. ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞത് അതുതന്നെ യഥാർത്ഥത്തിൽ ഒരു മത്സരത്തെ വല്ലാതെ ബീഹാറിൽ ദുർബലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരത്തെ കോൺഗ്രസ് ബീഹാറിൽ കാണിച്ചു കൂട്ടിയ രാഷ്ട്രീയ കോപ്രായങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഓരോ നീക്കങ്ങളും നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സമീപനം വളരെ അരാഷ്ട്രീയമായ ഒരു സമീപനമായിരുന്നു എന്നതിന് മറ്റ് തെളിവുകളൊന്നും വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് വോട്ട് ചോരി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ വാതിക്കൽ വന്നു നിൽക്കുമ്പോൾ ഒരു വലിയ നീക്കം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഒരു നീക്കം നടത്തിയല്ലോ. ഞാൻ ബീഹാറിലെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങളോട് ഞാൻ ചോദിക്കുമായിരുന്നു, ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ വോട്ടുകൾക്ക് പ്രശ്നങ്ങളുണ്ടോ? ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വോട്ട് ചോരി എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല ബീഹാറിൽ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് അതിൻ്റെ ശാസ്ത്രീയപരമായ, നിയമപരമായ, ഭരണപരമായ എന്തെല്ലാം അതിന് വസ്തുതകൾ ഉണ്ടോ ഇല്ലയോ എന്നതിനും അപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെളിവിലൂടെ സ്ഥാപിക്കാൻ സാധിക്കാത്ത, നിയമത്തിൻ്റെ പിന്തുണയോടുകൂടി സ്ഥാപിക്കാൻ സാധിക്കാത്ത ഒരു മുദ്രാവാക്യം കൊണ്ടുവന്ന് ബീഹാർ പോലുള്ള രാഷ്ട്രീയപരമായി പ്രബുദ്ധരായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കാത്ത, അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിട്ട് അതിൻ്റെ പിൻബലത്തിൽ ബീഹാറിൽ NDA പോലുള്ള നിതീഷ് കുമാറിനെ പോലുള്ള ഒരു വലിയ നേതാവിനെ പരാജയപ്പെടുത്താമെന്ന് കോൺഗ്രസ് കരുതിയെങ്കിൽ അത് രാഷ്ട്രീയ പാപ്പരത്വം എന്നല്ലാതെ അതിന് മറ്റൊന്നും പറയുവാനില്ല. അല്ല, ബീഹാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞൊരു പരാമർശം അത് ചരിത്രപരമായ അനുഭവത്തിൽ നിന്നാണോ? രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ബീഹാർ എന്ന് ഷാജി ജോസഫ് പറഞ്ഞല്ലോ. 100%. മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ ഇങ്ങോട്ട്, നിങ്ങൾ JPയുടെ ടോട്ടൽ റവല്യൂഷൻ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ദാരിദ്ര്യത്തിൻ്റെ കണക്കിൽ ഏറ്റവും പിന്നിലായിരിക്കാം, അല്ല ഏറ്റവും മുന്നിലായിരിക്കാം. അതുപോലെ തന്നെ ലിറ്ററസിയുടെ കാര്യത്തിൽ പുറകിലായിരിക്കാം, റൂൾ ഓഫ് ലോയുടെ കാര്യത്തിൽ പുറകിലായിരുന്നിരിക്കാം, റെക്കോർഡുകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പത്രപ്രവർത്തനം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനം ബീഹാർ. അതിന് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു, രാഷ്ട്രീയപരമായി വോളട്ടൈലായി നിൽക്കുന്ന ഒരു സംസ്ഥാനം. അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രബുദ്ധരാണ്. അവർ രാഷ്ട്രീയത്തെ കാണുന്നത് അവസാനമാകുമ്പോൾ, കൃത്യമായി അവസാനത്തേക്ക് എത്തുമ്പോൾ, ഫൈനൽ ലാപ്പിലേക്ക് എത്തുമ്പോൾ അവർ ജാതിയുടെ കണ്ണിലൂടെ രാഷ്ട്രീയത്തിനൊരു പ്രത്യേക നിർവചനം കൊടുക്കാൻ ശ്രമിക്കുമെന്നതിനും അപ്പുറം രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യതയുള്ള ജനമാണ് ബീഹാറിലേത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കാണുന്ന, നമുക്ക് മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഫിഗറുകളെ നോക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ബീഹാറിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യാൻ നമുക്കാവില്ല ശരത്തെ.